ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ എൻ എ കരീം, നമ്മളെല്ലാവരും ഇത്ര നന്നായി സ്വാഗതം ചെയ്ത ശ്രീ കാംകുളം യൂനസ്, ശ്രീ എം ആർ തമ്പാൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യകാരനായ ശ്രീ എം ആർ തമ്പാൻ, ശ്രീ സുഹേർ, സാഹിത്യ മേഖലയിലത്തെ പല ഡിസ്റ്റിങ്വിഷ്ഡ് മെമ്പേഴ്സ്, അബ്ദുൽ ഖാദർ ഫാമിലിൻ്റെ ചില അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അക്ഷരപ്രേമികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ഈ ചടങ്ങ് വന്ന വലിയ സന്തോഷത്തോടെ, പക്ഷെ കുറച്ചൊരു ഹെസിറ്റേഷനുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലേ എൻ്റെ എഴുത്തൊക്കെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള കഴിവ് ഒരുമാതിരിയൊക്കെ മലയാളത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാഹിത്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഇപ്പോഴും എൻ്റെ വൊക്കാബുലറി ഇംഗ്ലീഷിലാണ് മനസ്സിൽ വാക്കുകൾ വരുന്നത്. അതാണ് എൻ്റെ ഒരു ചെറിയൊരു ഹെസിറ്റേഷൻ. എനിക്കറിയാം എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്ന് വിളിച്ചിരിക്കുന്നത്, എൻ്റെ ഒരു സാഹിത്യകാരനായിട്ടും പ്രത്യേകിച്ച് ലിറ്റററി വേൾഡിലൊരു ഒരു കാലിറക്കിയിട്ട് കുറച്ച് സമയമായി. അതുകൊണ്ട് ആ സ്റ്റേറ്റസ് കൊണ്ടാണ് എന്നെ ഇവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. പക്ഷേ റൈറ്റേഴ്സും ക്രിറ്റിക്സിൻ്റെ ഇടയിലൊരു ബന്ധം ഒരു അൺയൂഷ്വൽ ബന്ധമാണ്. അത് പിന്നെ ഞാനൊരു എഴുത്തുകാരനായിട്ട് എൻ്റെ 13ാമത്തെ പുസ്തകമാണിപ്പോൾ ജൂലൈ മാസത്തിൽ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ. പക്ഷേ അതിലത്തെ 4 മാത്രമേ ഫിക്ഷനുള്ളൂ, ബാക്കിയെല്ലാം സാഹിത്യമല്ല, നോൺ ഫിക്ഷനായിട്ട് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ജേർണലിസം ഒരു കാര്യം വെച്ചിട്ടുണ്ട്, സാഹിത്യത്തിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ ചെയ്ത പ്രവർത്തനം നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും ആഴ്ചപ്പതിപ്പിലും ഒക്കെ എഴുതിയിട്ട് സാഹിത്യത്തെക്കുറിച്ച് ജനറൽ റീഡർഷിപ്പിന് മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ടായത് അതൊരു അത്യാവശ്യം ഒരു കാര്യമാണ്. ലിറ്ററേച്ചർ cannot be the preserve of an intellectual elite. അതെനിക്ക് മലയാളത്തിൽ പറയാൻ അറിയില്ല. പക്ഷേ ന്യൂസ് പേപ്പേഴ്സ് ആർ an extremely valuable medium for expanding the awareness of literature. നമ്മളൊരു പത്രക്കാരനെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ വായനയും ആ വായനയുടെ സെൻസിബിലിറ്റിയും സാധാരണ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ടാലൻറ്റ്, അത് എൻ്റെ മനസ്സിൽ അത് വലിയൊരു മേജർ കോൺട്രിബ്യൂഷനാണ്. അറ്റ് ദ സെയിം ടൈം റൈറ്റേഴ്സിന് ഇടയ്ക്ക് ക്രിറ്റിക്സിനെ കുറിച്ചൊരു വിചാരം എന്താണ്, ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, ഹീ ഹു ക്യാൻ റൈറ്റ്സ്, ഹീ ഹു കനോട്ട് ക്രിറ്റിസൈസസ്. അപ്പോൾ അത് പറഞ്ഞാൽ എഴുതാൻ അറിയുന്നവർ എഴുതാൻ അറിയാത്തവരാണ് ക്രിറ്റിക്കായി വരുന്നത്. അതും ശരിയല്ല. അത് റൈറ്റേഴ്സിൻ്റെ ഒരു പ്രെജുഡിസാണ് അതിൽ കാണുന്നത്. പക്ഷേ ഒരു റൈറ്ററിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ടാലൻ്റാണ് ക്രിറ്റിക്കിന് ആവശ്യമുള്ളത്. അത് എനിക്ക് അബ്ദുൽ ഖാദറിൻ്റെ ജീവിതത്തെ സമയത്ത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 30 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും കൂടി അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഇതായിരുന്നു. എല്ലാ വിധത്തിലും he could communicate the essence of a literary accomplishment to others. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ യൂനുസ് പറഞ്ഞ പോലെ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് എഴുതിയ പുസ്തകം അത് ഒരു ഇൻട്രൊഡക്ഷനായി വന്നു. അത് സാഹിത്യ അക്കാദമി ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിന്. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ മലയാളം ശരിക്കും വായിക്കാൻ അറിയാത്തവർക്ക് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് വക്കം അബ്ദുൽ ഖാദറിൻ്റെ അനാലിസിസോടും അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷനാണ് സാധിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു അത്യാവശ്യമായ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഈ അന്താരാഷ്ട്രീയ മേഖലയിൽ എഴുതിയ എഴുത്തുകാരുടെ കാര്യങ്ങളൊക്കെ ഒരു മലയാളം റീഡിംഗ് പബ്ലിക്കിന് മനസ്സിലാക്കാൻ. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ കേരളത്തിൽ വിദേശത്ത് പബ്ലിഷ് ചെയ്ത പ്രസിദ്ധപ്പെട്ട എഴുത്തുകാർ അവരുടെ വർക്ക്സിനെ ഒക്കെ കേരളത്തിൻ്റെ സാധാരണ ഗ്രാമത്തിൻ്റെ അകത്തും കൂടി ട്രാൻസ്ലേഷനിൽ കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കസിൻസൊക്കെ സാത്രും കമ്യൂയും ഒക്കെ ഇംഗ്ലീഷിൽ പിന്നെ മലയാളത്തിൽ വായിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ തന്നെ ബോംബെയിൽ വളരുമ്പോൾ, കൽക്കട്ടയിലും ബോംബെയിൽ വളരുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കസിൻസ് ഇതൊക്കെ മലയാളത്തിൽ കിട്ടി വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് കേരളത്തിൻ്റെ ഒരു ഭയങ്കര ഒരു സ്ട്രെങ്ത്. നമ്മുടെ സാഹിത്യ ട്രഡിഷൻ ഒരു നാരോ പെറോക്കിയൽ ട്രഡിഷൻ അല്ല, ഇതൊരു അന്താരാഷ്ട്രീയ ലെവലിലുള്ളൊരു ട്രഡിഷനാണ്. ലോകം മുഴുവൻ എഴുതിയ ഹൈ ക്വാളിറ്റി വർക്ക്സിനെ പെർമിഷൻ ഉണ്ടായിട്ടോ പെർമിഷൻ ഇല്ലാണ്ടോ ഞാൻ ചോദിക്കുന്നില്ല, ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് മലയാളം റീഡർഷിപ്പിന് എത്തിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അബ്ദുൽ ഖാദറിൻ്റെ കോൺട്രിബ്യൂഷൻ ആ ബ്രോഡർ കോണ്ടെക്സ്റ്റിലാണ് കാണുന്നത്.
ഒരു ക്രിറ്റിക്കിൻ്റെ ഉത്തരവാദിത്വം ഒരു റീഡിംഗ് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. ഇത് പറഞ്ഞാൽ ഒരു 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 നല്ല പുസ്തകങ്ങൾ പല ആൾക്കാരും എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ പുസ്തകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിനെ വാല്യൂ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിനെ വായിക്കേണ്ടത്, അതാണ് ഒരു ക്രിറ്റിക്കിൻ്റെ ഉത്തരവാദിത്തം. അത് ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് പല വിധത്തിലും കേരളൻ്റെ ലിറ്റററി സെൻസിബിലിറ്റി അതിനെ കുറച്ചും കൂടി അഡ്വാൻസ് ആക്കാനും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചത് നല്ല ക്രിറ്റിസിസം, നല്ല ക്രിറ്റിക്സിൻ്റെ പ്രവർത്തനം കണ്ടാണ്. അതാണ് ശ്രീ വക്കം അബ്ദുൽ ഖാദറിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ. അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സെൻറ്റിനറി ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ്. ക്രിറ്റിക്സ് പ്രത്യേകിച്ച് അവർ ഷെൽഫ് ലൈഫ് ഒരു ഷോർട്ട് ഷെൽഫ് ലൈഫാണ്. എൻ്റെ അർത്ഥം ഒരു ക്രിറ്റിസിസം എഴുതിയ ശേഷം നമ്മൾ വായിച്ച ശേഷം വേഗം സാധാരണ മറക്കുന്നതാണ്. അപ്പോൾ ഒരു ക്രിറ്റിക്കിൻ്റെ സെൻറ്റിനറി നമ്മളിങ്ങനെ ആഘോഷിക്കുന്നത് തന്നെ ഒരു അൺയൂഷ്വൽ ഫാക്റ്റാണ്. അപ്പോൾ അത് ഇറ്റ്സ് സെൽഫ് എ മെഷർ ഓഫ് ദ കോൺട്രിബ്യൂഷൻ. എത്ര ഒരു വലിയ കോൺട്രിബ്യൂഷനായ ഒരു മനുഷ്യനെ നമ്മൾ 100 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓർക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വെളിയിൽ ഡിസ്പ്ലേയിലാണ്. ഞാൻ കുറച്ച് സങ്കടം കണ്ടു, പല പുസ്തകങ്ങൾ ഒറിജിനൽസ് അല്ല, ഫോട്ടോ കോപ്പീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ഒന്ന് നല്ലപോലെ റിസർച്ചും എഫക്റ്റും ചെയ്തിട്ട് ഇതിനെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു കളക്റ്റഡ് വർക്ക്സ് ഇറക്കണം. അതൊരു ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതോടെ അതൊരു സെൻറ്റിനറി വോള്യൂമായിട്ട് മാറി വരുന്നത് മാത്രമല്ല, ഒരു കളക്റ്റഡ് വർക്ക്സ് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന ചില പുസ്തകങ്ങളുടെ ക്വാളിറ്റി ഒരു പുതിയ ജനറേഷന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കൂടി എന്നെ ഇവിടെ വിളിച്ചതിന് നന്ദി പറയട്ടെ. ഈ വേദി വിട്ടുപോകുന്നതിന് എനിക്ക് നാണക്കേടുണ്ട്. എനിക്കറിയാം, ഞാൻ കുറച്ച് വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ശ്രീ കറീമിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് നല്ല ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഞായറാഴ്ച ഇല്ലല്ലോ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻ സമയത്ത്. അതുകൊണ്ട് തന്നെ അടുത്ത ചടങ്ങ് 10:30-ക്കാണ്. ഞാൻ പോകാൻ താമസിച്ച കാരണം എന്നെ ഒന്ന് ക്ഷമിക്കണം. പക്ഷെ ഒരിക്കലും കൂടി ഞാൻ ഈ വക്കം അബ്ദുൽ ഖാദറിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷൻസിനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ പറഞ്ഞിട്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.